നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മളിൽ പലരും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ വിളിക്കും, ദുഃഖം മാറുമ്പോൾ ഈശ്വരനെ മറക്കുകയും ചെയ്യും. ഇത് ആഗ്രഹങ്ങളെ മുൻനിർത്തിയുള്ള ഭക്തിയാണ്. ശ്രദ്ധ ആഗ്രഹങ്ങളിലാണ്, ഭഗവാനിലല്ല. ഇതിനേക്കാൾ അല്പം കൂടി ഉയർന്ന തലത്തിലുള്ള ഭക്തിയുണ്ട്. അതിൽ ഭഗവാനോട് ബന്ധമുണ്ടാകും. നിഷ്ഠയോടെ ജപവും കീർത്തനവും ചെയ്യും. എന്നാൽ ശരിയായ ജ്ഞാനമുണ്ടാകില്ല. ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടി നേരിട്ടാൽ ഭക്തി നഷ്ടപ്പെട്ടെന്ന് വരാം. അതേസമയം ഈശ്വരനു വേണ്ടിയുള്ള ആഗ്രഹം മറ്റുള്ള ആഗ്രഹങ്ങളെക്കാൾ തീവ്രമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ഭക്തി നമ്മളിൽ ഉണർന്നതായി പറയാൻ കഴിയൂ. ഏത് തരത്തിലുള്ളതായാലും ഭക്തി അമൂല്യമാണ്. കാരണം ഹൃദയത്തിൽ അല്പമെങ്കിലും താല്പര്യം ഭഗവാനോട് തോന്നിയാൽ ക്രമേണ അത് വളർന്ന് നമ്മെ ശുദ്ധീകരിച്ച് മനോമാലിന്യങ്ങളെല്ലാം അകറ്റി ഈശ്വരാനുഭൂതി ഉണ്ടാക്കിത്തരും. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കസ്മൈ നമാംസി ദേവാഃ കുർവന്തി ദയാപ്രധാനായ കസ്മാത് ഉദ്വേഗഃ സ്യാത് സംസാരാരണ്യതഃ സുധിയഃ. കസ്മൈ നമാംസി ദേവാഃ കുർവന്തി ദയാപ്രധാനായ കസ്മാത് ഉദ്വേഗഃ സ്യാത് സംസാരാരണ്യതഃ സുധിയഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യർ രചിച്ച പ്രശ്നോത്തര രത്നമാലികയിലെ 18-ാം ശ്ലോകത്തിലെ ചോദ്യം ആരാണ് ജഗത്തിനെ ജയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി സത്യവാനും തിതിക്ഷാവാനും എന്നാണ്. എന്താണ് സത്യം, എന്താണ് തിതിക്ഷ എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ നമ്മൾ 18-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. സാധു ആരാണ്, അധമൻ ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് യഥാക്രമം സദ്വൃത്തനും അസദ്വൃത്തനും എന്ന് മറുപടി പറഞ്ഞത്. തുടർന്ന് കേന ജിതം ജഗതേതത്, ഏതത് ജഗത് കേന ജിതം, ഇതാണ് ചോദ്യം. ഈ ജഗത്ത് ആരാൽ ജയിക്കപ്പെട്ടിരിക്കുന്നു? ആരാലാണ് ഈ ജഗത്ത് ജയിക്കപ്പെട്ടിരിക്കുന്നത്? ഇവിടെ സമ്പൂർണമായിരിക്കുന്ന ജഗത്തിനെയും ജയിച്ച് ആത്മനിഷ്ഠനായ ബ്രഹ്മാവബോധത്തിൽ ഉറച്ചിരിക്കുന്ന ബ്രഹ്മനിഷ്ഠനെക്കുറിച്ചല്ല ചോദ്യം. അത് മറ്റൊരു തലം.
മറിച്ച് ഈ ജഗത്തിലെ സകല ജനങ്ങളെയും ജയിച്ചിരിക്കുന്നവൻ, എല്ലാവരുടെയും സ്നേഹത്തെ ആദരത്തെ നേടിയിരിക്കുന്നവൻ, ജഗത്തിൻ്റെ ഭ്രാന്തികളിൽ പെടാത്തവൻ എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം. അപ്പോൾ അതാരാലാണ് ജഗത്ത് ജയിക്കപ്പെട്ടിട്ടുള്ളത്? മറുപടി സത്യതിദിക്ഷാവതാ പുംസാ. പുംസാ മനുഷ്യനാൽ. എങ്ങനെയുള്ള മനുഷ്യനാൽ? സത്യതിദിക്ഷാവതാ, സത്യതിദിക്ഷാവാനായ മനുഷ്യനാൽ. സത്യവാനും തിദിക്ഷാവാനും. സത്യവാൻ എന്ന് പറയുമ്പോൾ തികഞ്ഞ സത്യനിഷ്ഠ പാലിക്കുന്നവൻ, ഒരിക്കലും ഒരു കാരണവശാലും അസത്യം പറയാത്തവൻ, അവനാണ് സത്യവാൻ. നേരത്തെ സത്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രിയമാണ്, ഹിതമാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പ്രമാണജനിതമാണെങ്കിൽ പോലും, പ്രമാണങ്ങളിലൂടെ അറിഞ്ഞതാണ് എങ്കിൽ പോലും അത് പ്രിയവും ഹിതവുമായ രീതിയിൽ പറയുമ്പോഴേ സത്യമാകൂ എന്നർത്ഥം. അങ്ങനെ സത്യനിഷ്ഠ പാലിക്കുന്നവൻ, ഒരിക്കലും ഒരു കാരണവശാലും അസത്യം പറയാത്തവൻ, അവനാണ് സത്യവാൻ. തിദിക്ഷാവാൻ, തിദിക്ഷയുള്ളവൻ. തിദിക്ഷ എന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് സഹനം എന്ന് പറയാം. സാമാന്യമായിട്ട് സഹനമാണ് തിദിക്ഷ. കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ദുഃഖങ്ങളെ സഹിക്കാനുള്ള കഴിവാണ് തിദിക്ഷ. അപ്പോൾ ദുഃഖത്താൽ നിന്ദ, അപമാനം തുടങ്ങിയവയൊക്കെ ലക്ഷീകരിക്കപ്പെടും. അപ്പം ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖതങ്ങളായിരിക്കുന്ന അനുഭവവിശേഷങ്ങളെ സമചിത്തതയോടുകൂടി സഹിക്കാനുള്ള കഴിവ്. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം തിദിക്ഷാസ ശുഭാമത. സർവദുഃഖങ്ങളെയും സഹിക്കുക. എങ്ങനെ? പ്രതികാരബുദ്ധിയില്ലാതെ, ഏകാന്ത വിലാപമോ ചിന്തകളോ ഇല്ലാതെ. എനിക്കിങ്ങനെ വന്നുവല്ലോ എന്നും മറ്റും ചിന്തിച്ച് ഏകാന്ത വിലാപം ചെയ്ത് ഇരിക്കാതെ, പ്രതികാരബുദ്ധിയില്ലാതെ സകല ദുഃഖങ്ങളെയും സഹിക്കുന്നതിന് പറയുന്ന പേരാണ് തിദിക്ഷ. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരാം. ദുഃഖങ്ങളെ സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ആരായാലും ദുഃഖങ്ങളെ സഹിക്കും. ദുഃഖങ്ങളെ സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് സഹിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞാലും സഹിക്കും. എന്നാൽ പലപ്പോഴും മനുഷ്യന് സുഖങ്ങളെ സഹിക്കാനാണ് പ്രയാസം. അല്പം മാത്രം സുഖം വന്നാൽ മതി ജീവിതത്തിൽ, അപ്പോൾ പോലും അഹങ്കരിച്ച് നശിക്കും. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആളെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ തിദിക്ഷ എന്ന് പറയുമ്പോൾ കേവലം ദുഃഖസഹിഷ്ണുത്വമല്ല, പിന്നെയോ ദ്വന്ദ്വസഹിഷ്ണുത്വമാണ്. സുഖം ദുഃഖം, മാനം അപമാനം, ശീതം ഉഷ്ണം, പൂജാ പരിഭവം, സ്തുതി നിന്ദ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളെയും സമഭാവനയോടുകൂടി സഹിക്കാനുള്ള കഴിവാണ് തിദിക്ഷ. അപ്പോൾ സത്യവാനും തിദിക്ഷാവാനുമായ ആൾ ഈ ലോകത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്നു. ഈ ലോകം മുഴുവൻ അയാൾക്ക് വിധേയമാകുന്നു. അയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാകുന്നു എന്നർത്ഥം. അപ്പോൾ കേനജിതം ജഗതേതത് സത്യതിദിക്ഷാവതാ പുംസാ എന്ന് പറഞ്ഞു. തുടർന്ന് കസ്മൈ നമാംസി ദേവാഃ കുർവന്തി ദയാപ്രധാനായ കസ്മാദുദ്വേഗഃ സ്യാദ് സംസാരാരണ്യതഃ സുധിയഃ. കസ്മൈ നമാംസി ദേവാഃ കുർവന്തി ദയാപ്രധാനായ കസ്മാദുദ്വേഗഃ സ്യാദ് സംസാരാരണ്യതഃ സുധിയഃ. കസ്മൈ ദേവാഃ നമാംസി കുർവന്തി. കസ്മൈ ആർക്കായിക്കൊണ്ട്, ദേവാഹ ദേവന്മാർ, നമാംസി നമസ്കാരങ്ങളെ കുർവന്തി ചെയ്യുന്നു. ഇപ്പോൾ ലളിതമായി പറഞ്ഞാൽ ആരെയാണ് ദേവതകളെല്ലാം നമസ്കരിക്കുന്നത്? ഇപ്പോൾ സാമാന്യമായി ജനങ്ങൾ, ഉപാസകന്മാർ ദേവതകളെ നമസ്കരിക്കും. ഇവിടെ തിരിച്ചാണ്, ദേവതകൾ ആരെ നമസ്കരിക്കുന്നു?
ബഹുമാനാധിക്യത്താൽ. ചോദ്യം. മറുപടി ദയാപ്രധാനായ. ദയാപ്രധാനനെ ദേവതകൾ നമസ്കരിക്കുന്നു. ദയാപ്രധാനൻ എന്ന് പറഞ്ഞാൽ ദയ പ്രധാനമായിട്ടുള്ളവൻ. ഭൂതദയ. എവിടെ കഷ്ടപ്പാടും ദുഃഖങ്ങളുമുണ്ടോ, എവിടെ ക്ലേശിക്കുന്ന ജീവജാലങ്ങളുണ്ടോ, അതൊക്കെ കണ്ടനുഭവിക്കുമ്പോൾ സ്വാഭാവികമായി ദയയുടെ പ്രവാഹമാണ്. അങ്ങനെ ദയാവാനായ മനുഷ്യനാൽ എന്നർത്ഥം. ദയാവത, ദയാപ്രധാനായ. ദയ പ്രധാനമായിട്ടുള്ളത് ആരോ അവൻ ദയാപ്രധാന. തസ്മൈ ദയാപ്രധാനായ. അപ്പം ദയാപ്രധാനായ എന്ന് പറയുമ്പോൾ ഇതര സദ്ഗുണങ്ങളും അവനിലുണ്ട്. ദയ മാത്രമായിട്ടുള്ളവനെ ദയാപ്രധാനൻ എന്ന് പറയില്ല. ഇപ്പം സകല സദ്ഗുണങ്ങളും തികഞ്ഞവൻ, അവയിൽ തന്നെ ദയ പ്രധാനമായിട്ടുള്ളവൻ. അങ്ങനെ ദയാവാനെ ദേവന്മാർ പോലും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദയ എന്ന ഉദാത്ത ഗുണത്തെ, സമ്പത്തിനെ നേടാൻ പ്രേരിപ്പിക്കുക ചെയ്യണത്. ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അച്ഛനും നീയേ അമ്മയും നീയേ അച്ഛൻ കോവിലയ്യപ്പ. അച്ഛനും നീയേ അമ്മയും നീയേ അച്ഛൻ കോവിലയ്യപ്പ. മിത്രവും നീയേ രക്ഷയും നീയേ സത്യസ്വരൂപനാം അയ്യപ്പ. മിത്രവും നീയേ രക്ഷയും നീയേ സത്യസ്വരൂപനാം അയ്യപ്പ.